ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട രോഗങ്ങൾ, രോഗകാരികളാണ്. ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, അതുപോലെ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, പിന്നെ വിരകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു VO എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു കഴിഞ്ഞത്. രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ആയിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെയാണ് ഇതുള്ളത്. ബാക്ടീരിയ രോഗങ്ങളെപ്പറ്റി നമുക്ക് ആദ്യം നോക്കാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ? കാരണം എങ്കിലും ഒരു രോഗം തന്നിട്ട് ഏത് രോഗാണു മൂലമാണ് ഉണ്ടാവുന്നത്, ഇത് സൂക്ഷ്മാണു മൂലമാണ് ഉണ്ടാവുന്നത് എന്ന് പറയും. ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, പ്രോട്ടോസോവയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ നമുക്കിത് പഠിച്ചിരിക്കണം. ബാക്ടീരിയ രോഗങ്ങൾ ഇതെല്ലാമാണ്: കോളറ, കുഷ്ഠം, ന്യൂമോണിയ, ടെറ്റനസ്, ടൈഫോയിഡ്, ആന്ത്രാക്സ്, ഡിഫ്തീരിയ, സിഫിലസ്, എലിപ്പനി, വില്ലൻ ചുമ, ക്ഷയം, പ്ലേഗ്, മെനിഞ്ചറ്റിസ്, ട്രക്കോമ, ഗൊണേറിയ, ബോട്ടുലിസം എന്നിവയൊക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കണം. കോളറ ബാക്ടീരിയ, കുഷ്ഠം ബാക്ടീരിയ, ന്യൂമോണിയ ബാക്ടീരിയ, ടെറ്റനസ് ബാക്ടീരിയ, അങ്ങനെ കുറച്ച് പഠിച്ചു വയ്ക്കുക. ടെറ്റനസും ടൈഫോയിഡും ഒരുമിച്ച് ഓർക്കുക. ടെറ്റനസ് ആൻഡ് ടൈഫോയിഡ് രണ്ടും ബാക്ടീരിയ. ഓക്കെ. ദെൻ ഡിഫ്തീരിയ, ആ പേരിൽ നിന്ന് ഓർക്കും. ഡിഫ്തീരിയ ബാക്ടീരിയ. ഓക്കെ. പിന്നെ കോളറ എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് പകരുന്നതാണ്, അത് ഓർക്കുക. വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടെന്ന് ഓർക്കുക, ബാക്ടീരിയ. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഇതൊന്ന് ഓർത്ത് പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഓക്കെ. ഇനി അടുത്തത് വൈറസ് രോഗങ്ങൾ നോക്കാം. വൈറസ് രോഗങ്ങളിൽ ഡെങ്കിപ്പനി, പേവിഷബാധ, ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ്, മീസിൽസ്, പക്ഷിപ്പനി, യെല്ലോ ഫീവർ, എയ്ഡ്സ്, ചിക്കുൻഗുനിയ, പന്നിപ്പനി, എബോള, മുണ്ടിനീര്, സാർസ്, ജലദോഷം, ഇൻഫ്ലുവൻസ, അഞ്ചാം പനി, വസൂരി, ജപ്പാൻ ജ്വരം, പോളിയോ, കുരങ്ങുപനി, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ചിക്കൻ പോക്സ്, മീസിൽസ്, വസൂരി, ഇതൊക്കെ ഒരേ രീതിയിൽ പെടുത്താം. ചിക്കൻ പോക്സ്, മീസിൽസ്, വസൂരി, ഇതെല്ലാം ആര് കാരണമാണ്? വൈറസ് കാരണമാണ്. ഓക്കെ. ഇതിനകത്ത് ചിക്കൻ പോക്സ് എസ് ഉണ്ട്, മീസിൽസ്, വസൂരി, ഓക്കെ, എല്ലാം എന്ത് കാരണമാണ്? വൈറസ് കാരണമാണ്. ഇനി അടുത്തത് ഇവിടെ നോക്കുക. ഡെങ്കിപ്പനി, പക്ഷിപ്പനി, അതുപോലെ പന്നിപ്പനി, അഞ്ചാം പനി, കുരങ്ങുപനി, ജപ്പാൻ ജ്വരം എന്ന് പറഞ്ഞാൽ ഒരു പനി തന്നെയാണ്, ചിക്കുൻഗുനിയ, ഇതൊക്കെ എന്താണ്? യെല്ലോ ഫീവർ, ഇതൊക്കെ വൈറസിൻ്റേതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇപ്പോൾ ഡെങ്കിപ്പനി, അതുപോലെ പക്ഷിപ്പനി, പന്നിപ്പനി, പിന്നെ അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങുപനി, ഇതൊക്കെ എന്താണ്? വൈറസാണ്. പോളിയോ എന്താണ്? വൈറസാണ്. ജലദോഷം, ഇൻഫ്ലുവൻസ, ഇതെന്താണ്? വൈറസ്. സാർസ് വൈറസ്, മുണ്ടുനീര് വൈറസ്, ഹെപ്പറ്റൈറ്റിസ് വൈറസ്, പേവിഷബാധ വൈറസ്. അപ്പം അങ്ങനെ കുറച്ചിങ്ങനെ ഒരു തവണ നിങ്ങൾ 1-2 തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുക. വെറുതെ കാണാതെ പഠിക്കാതെ ചുമ്മാ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പരിചയം ആയിക്കോളും. അടുത്ത ഫംഗസ് രോഗങ്ങൾ. ഫംഗസ് രോഗങ്ങളെ പറ്റി പറഞ്ഞാൽ ചുണങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി, ആണിരോഗം, അത്ലറ്റ്സ് ഫൂട്ട്, അതായത് ഈ അത്ലറ്റുകൾക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ വരുന്നത്. ചുണങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി, ആണിരോഗം, അത്ലറ്റ്സ് ഫൂട്ട്, ഇതെല്ലാം ഫംഗസ് രോഗങ്ങളാണ്. ഈ അത്ലറ്റ്സ് ഫൂട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്, എന്ത് കാരണമുള്ളതാണ്? ഫംഗസ് രോഗമാണ്. അടുത്തത് പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങൾ. പ്രോട്ടോസോവ കാരണമുണ്ടാകുന്ന രോഗങ്ങൾ. ഒന്നാണ് വയറുകടി, മറ്റൊന്നാണ് മലമ്പനി. പ്രോട്ടോസോവ രോഗങ്ങളിൽ ഒന്നാണ് വയറുകടി, അടുത്തതാണ് മലമ്പനി. ഈ വയറുകടി ഉണ്ടാക്കുന്ന ആ പ്രോട്ടോസോവയുടെ പേരാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക.
എൻഡമീബ ഹിസ്റ്റോളിക്കയാണ് വയറുകടി ഉണ്ടാക്കുന്നത്. അതുപോലെ മലമ്പനി ഉണ്ടാക്കുന്ന പ്രോട്ടോസോവയുടെ പേരാണ് പ്ലാസ്മോഡിയം. എന്താണ് പ്ലാസ്മോഡിയം? ഈ മലമ്പനി എന്ന് പറയുന്നത് അതിന് വേറെ 2 പേരുകൾ കൂടിയുണ്ട്. ബ്ലാക്ക് വാട്ടർ ഫീവർ, അതുപോലെ ചതുപ്പ് രോഗം, മാർഷ് രോഗം. മാർഷ് ഡിസീസ് അല്ലെങ്കിൽ ചതുപ്പ് രോഗമെന്നും ബ്ലാക്ക് വാട്ടർ ഫീവറിനും എന്തിന് പേരുണ്ട്? മലമ്പനിക്ക് പേരുണ്ട്. ഈ മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ്. സ്പ്ലീൻ അഥവാ പ്ലീഹയാണ് മലമ്പനി ബാധിക്കുന്നത്. പിന്നെ ഇത് പരത്തുന്നത് ആരാണ്? പരത്തുന്നത് അനോഫിലിസ് കൊതുകുകളാണ്. അനോഫിലിസ് പെൺകൊതുകുകളാണ് ഈ മലമ്പനി പരത്തുന്നത്. അത് മലമ്പനി പരത്തുന്ന അനോഫിലിസ് പെൺകൊതുകുകളാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൊണാൾഡ് റോസ്. റൊണാൾഡ് റോസ് ആണ് ഈ മലമ്പനി പരത്തുന്നത് അനോഫിലിസ് പെൺകൊതുകുകളാണെന്ന് കണ്ടെത്തിയത്. ഇനി ഈ മലമ്പനിയെ പറ്റി തന്നെ പറയാം. ഇതിൻ്റെ ഒരു ഔഷധം എന്ന് പറയുന്ന ക്യുനൈൻ ആണ്. സിങ്കോണ എന്ന ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണത് ക്യുനൈൻ. ദെൻ മലേറിയ ദിനം എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 25 മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ലോക കൊതുകു ദിനം, വേൾഡ് മോസ്കിറ്റോ ഡേ എന്ന് പറയുന്നത് ഏതാണ്? ഓഗസ്റ്റ് 20 ആണ്. ഓഗസ്റ്റ് 20. അപ്പോൾ ഇതിൽ കൊതുക് ദിനം എന്ന് പറയുന്നത്, ലോക കൊതുക് ദിനം എന്ന് പറയുന്നത് എന്താണ്? ഓഗസ്റ്റ് 20 ആണ്. ഓഗസ്റ്റ് 20. ഇനി അടുത്തത് വിരകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. വിരകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് മന്ത് എന്ന് പറയുന്നത്. വിരകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മന്ത്. ഈ മന്തിന് പറയുന്ന ശാസ്ത്രീയ നാമമാണ് എലിഫന്റാസിസ്. മന്ത് വരുമ്പോൾ കാലുകളൊക്കെ തടിച്ചു വീർക്കുമല്ലോ. അപ്പോൾ അത് ഈ ആനയുടെ കാല് പോലെ, എലിഫൻറ്റിൻ്റെ കാല് പോലെ തോന്നുന്നു വിചാരിക്കുക. എലിഫന്റാസിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഈ മന്തിന് കാരണമാകുന്ന വിര ഏതാണ്? ഫൈലേറിയൽ വിരയാണ് മന്ത് ഉണ്ടാക്കുന്നത്. ഈ ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമമാണ് വൗച്ചേറിയ ബ്രാൻകോഫ്റ്റി എന്ന് പറയുന്നത് ഫൈലേറിയൽ വിരയുടെ ശാസ്ത്രീയ നാമമാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകാണ് മന്ത് പരത്തുന്നത്. ഇത് ബാധിക്കുന്നത് ലിംബ് നാളികളെ അല്ലെങ്കിൽ ലസികാ നാളികളെയാണ് മന്ത് ബാധിക്കുന്നത്. ഇനി മന്തിനെതിരെ കൊടുക്കുന്ന ഗുളിക ഏതാണ്? ഗുളികയാണ് ആൽബൻഡാസോൾ എന്ന ഗുളികയാണ് മന്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ മന്ത് രോഗികളുള്ള ജില്ല, അങ്ങനെ ഒരു ജില്ലയുണ്ട്. ഏറ്റവും കൂടുതൽ മന്ത് രോഗികളുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ മന്ത് രോഗികളുള്ള ജില്ല എന്ന് അറിയപ്പെടുന്നത്. ഇനി മന്ത് രോഗ ദിനം ഏതാണ്? നവംബർ